സംസ്ഥാനത്ത് നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിലെ 11-12 വാർഡുകളുടെ അതിർത്തി പ്രദേശങ്ങളായ മുറിയായിക്കര മുതൽ ആനന്ദേശ്വരം ക്ഷേത്രം വരെയുള്ള ഭാഗത്തെ ജനങ്ങൾ ഭീതിയിലാണ്. പ്രദേശത്തെ വവ്വാൽ കൂട്ടത്തിന്റെ സാന്നിധ്യമാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. നിപ ഭീതിയിലാണ് ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിലെ 11-12 വാർഡുകളിലെ അതിർത്തി പ്രദേശങ്ങളായ മുറിയായിക്കര മുതൽ ആനന്ദേശ്വരം ക്ഷേത്രം വരെയുള്ള ജനവാസ മേഖല. പ്രദേശത്തെ ഐക്കര പുരയിടം, നിരണത്തെ പുരയിടം, കണ്ടത്തിൽ പുരയിടം തുടങ്ങിയ പറമ്പുകളിലെ വൻമരങ്ങളിൽ താവളമുറപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വവ്വാലുകളാണ് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നത്. വവ്വാൽ ശല്യത്തിന് പുറമെ കാട്ടുപന്നിയുടെ വിളയാട്ടവും വിഷപ്പാമ്പുകളുടെ ശല്യവും കൂടിയതോടെ പ്രദേശം അക്ഷരാർത്ഥത്തിൽ ഭീതിയുടെ നിഴലിലാണ്. ജനവാസ മേഖലയിലെ വൻമരങ്ങളുടെ ശിഖരങ്ങളിലാണ് വവ്വാലുകൾ കൂട്ടത്തോടെ താവളമുറപ്പിച്ചിരിക്കുന്നത്. ശബ്ദവും കോലാഹലവും കാരണം പരിസരവാസികൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ശബ്ദശല്യത്തേക്കാൾ ഉപരിയായി പ്രദേശം നേരിടുന്നത് മാരകമായ പകർച്ചവ്യാധി ഭീഷണിയാണ്. വവ്വാലുകളുടെ വിസർജ്യങ്ങൾ വീടുകളുടെ മുകളിലും മുറ്റത്തും വന്നു വീഴുന്നു. കുടിവെള്ള സ്രോതസ്സുകളെല്ലാം പൂർണ്ണമായും മലിനമായി കഴിഞ്ഞു. കിണറുകളിലെ വെള്ളം കുടിക്കാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പറ്റാത്ത സ്ഥിതിയാണ്. ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാണ്. രോഗബാധയുണ്ടാകാൻ സാധ്യതയേറെയുള്ള സാഹചര്യമായിട്ടും ആരോഗ്യവകുപ്പ് വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. ഇതിൻ്റെ ശല്യം കൊണ്ട്, ഇതിൻ്റെ വിസർജ്യങ്ങളും കൊണ്ട് കിണറിലെ വെള്ളവും വീടിൻ്റെ പരിസരവും എല്ലാം വൃത്തികേടാണ്. അതുപോലെ കാടും പിടിച്ച്, ഈ പറമ്പുകളെല്ലാം ഏക്കർ കണക്കിന് കാടും പിടിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ ശല്യം കൊണ്ട് ഒരു പഴവർഗ്ഗങ്ങളോ കൊലയോ ഒന്നുമേ ഈ പറമ്പുകളിലൊന്നും കിട്ടില്ല. എല്ലാം പച്ച പോലും അതുങ്ങൾ തിന്ന് തീർക്കും. ഈ വവ്വാലുകളുടെ വിസർജ്യങ്ങൾ വീണ കുടിവെള്ളം ആ വീടിൻ്റെ മുകളിൽ വീണിട്ട് ഇത് ഭൂമിയിൽ പതിക്കുകയും കിണറുകളിൽ ഇത് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ ഇത് പറന്നു പോകുമ്പോൾ പമ്പാ നദിയിലൂടെ ജലമൊഴുകി പോയ പമ്പാ നദിയിലെ വെള്ളം 10,000-കണക്കിന് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതുമൂലം നിപ്പ മുതലായുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതും. ഈ വാവലിൻ്റെ ശല്യം ഭയങ്കരമായി വരുക, കുടിവെള്ളം നഷ്ടമാകുന്നു, മുറ്റത്തോട്ട് ഇറങ്ങാനൊക്കത്തില്ല, കാഷ്ടം തലയെ വീഴുക. വവ്വാലുകൾ കൂട്ടം കൂടുന്ന വൻമരങ്ങളുടെ ശിഖരങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടുപന്നികളുടെയും വിഷജന്തുക്കളുടെയും താവളം വവ്വാൽ ഭീഷണിക്ക് പുറമെ പ്രദേശത്തെ ഭൂരിഭാഗം പുരയിടങ്ങളും നിലവിൽ വൻതോതിൽ കുറ്റിക്കാടുകൾ കയറി മൂടിയ നിലയിലാണ്. ഇത് മറ്റു പല സുരക്ഷാ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നു. അതേസമയം പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കുഞ്ഞുഞ്ഞു പറഞ്ഞു. വിഷയം ഗൗരവത്തോടെ കണ്ട് ആരോഗ്യവകുപ്പിനും വെറ്റിനറി വകുപ്പിനും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രതിനിധികൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. നമ്മളത് വന്ന് കണ്ട് മനസ്സിലാക്കിയ അവസ്ഥയാണ്. അപ്പോൾ ഇതിന് വേണ്ട നടപടികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വസ്തുവിൻ്റെ ഉടമസ്ഥർക്ക് കത്ത് നൽകിക്കൊണ്ട് മരങ്ങൾ അടിയന്തരമായി കാട് വെട്ടിത്തെളിക്കാനും അതിൻ്റെ ഉള്ള സംവിധാനങ്ങൾ ചെയ്യാം. പിന്നെ ഹെൽത്തുമായിട്ട് ആലോചിച്ച് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള നടപടികൾ എത്രയും വേഗം ചെയ്യാമെന്ന് പറഞ്ഞു. ഏതായാലും അടിയന്തര നടപടി സ്വീകരിച്ച് തങ്ങളുടെ ആശങ്ക ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.